ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. അനുഗ്രഹത്തിൻ്റെ ഈ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരുമിച്ച് ഈ നൈറ്റ് വിജിലിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി, അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങാം. നിങ്ങൾ എവിടെയാണ് ഇപ്പോഴായിരിക്കുന്നതെങ്കിലും ഈ കൂട്ടായ്മയോട് ചേർന്ന്, ഞങ്ങളോട് ഒരുമിച്ച് ചേർന്ന് നമുക്കൊരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ മുൻപിൽ അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോയുടെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് നാം ചോദിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന മേഖലകളിലേക്ക് ഇന്ന് സ്വർഗം ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടെ നമുക്ക് അവിടുത്തെ സന്നിധിയിൽ അണയാം. സങ്കീർത്തന പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഹൃദയ പരമാർത്ഥതയോടെ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ഈ നൈറ്റ് വിജിലിലൂടെ അനേകം മക്കളെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. തകർന്ന കുടുംബങ്ങളിലേക്ക്, തകർന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക്, രോഗികളായ മക്കളുടെ ജീവിതങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരുന്നതിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ ഈ നാളുകളിൽ കാണുന്നുണ്ട്. ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും എത്രയോ അത്ഭുതകരമായിട്ട് ദൈവം അനേകരെ രക്ഷിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രിയിൽ നാം എവിടെയായിരുന്നാലും നമ്മുടെ വേദനകളും നമ്മുടെ ഭാരങ്ങളും സർവശക്തനായ നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ മുൻപിലേക്ക് സമർപ്പിക്കുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ വലിയ ദൈവകൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നീ ഇന്നൊരു രോഗിയാണോ? ഇന്ന് നീ തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? ഇതാ നിന്റെ ജീവിതത്തിലേക്ക് പുതുജീവനായിട്ട് കർത്താവ് കടന്നു വരുന്നു. അവിടുന്ന് വചനത്തിലൂടെ പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി നൽകുവാനും അത്രയെന്ന്. നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി കടന്നു വന്ന കർത്താവ്, നമ്മുടെ ജീവൻ നമുക്ക് സമൃദ്ധമായി നൽകുവാൻ വേണ്ടി കടന്നു വന്ന കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരും. കുടുംബത്തെ അനുഗ്രഹിക്കും, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. തകർന്ന സാമ്പത്തിക മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഈ രാത്രിയിൽ കടന്നു വരും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് വിശ്വസിക്കാം. അതെ, കഴിഞ്ഞ നൈറ്റ് വിജിലുകളിൽ, കഴിഞ്ഞ രാത്രികളിലൊക്കെ ലോകത്തെ അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുമെങ്കിൽ, നിന്റെ ജീവിതം ഒന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമെങ്കിൽ ഈ രാത്രിയിൽ ദൈവം ഇറങ്ങി വരും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം, പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, പ്രവാചക, നീ ഈ അസ്ഥികളോട് പ്രവചിക്കുക, അസ്ഥികളോട് പ്രവചിക്കുക. യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന, ജീവന്റെ യാതൊരു നാമമില്ലാതിരുന്ന ആ അസ്ഥികളോട് പ്രവാചകൻ പ്രവചിച്ചു. അസ്ഥികൾ ജീവൻ പ്രാപിക്കുന്നു. വീണ്ടും ദൈവം പ്രവാചകനോട് പറയുന്നു, അല്ലയോ പ്രവാചക, 4 വായുക്കളിൽ നിന്നും ജീവശ്വാസം കടന്നു വന്നുകൊണ്ട് ഇവയുടെ മേൽ വീശുവാൻ നീ ആജ്ഞാപിക്കുക. അപ്രകാരം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഒരു സൈന്യനിര പോലെ അവിടെ ദൈവം അവരെ എഴുന്നേൽപ്പിച്ചു. ഒരു സൈന്യനിര പോലെ ദൈവം അവരെ അവിടെ എഴുന്നേൽപ്പിച്ചു. ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തെയും കർത്താവ് എഴുന്നേൽപ്പിക്കും. അതെ, അവൻ നിനക്ക് ജീവൻ പകർന്നു തരും. അവൻ നിന്റെ തളർന്ന അവസ്ഥയിലേക്ക്, മൃതമായ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നിന്നെ അവൻ ജീവനുള്ളവനാക്കി മാറ്റും. അവൻ ജീവന്റെ നാഥനാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിച്ചുകൊണ്ട് നിന്റെ തളർച്ചയിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്, നിന്റെ ജീവിത ക്ലേശങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്, നിന്റെ രോഗത്തിന്റെ അവസ്ഥകളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്, നിന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകളിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവ്, ആ കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്കിപ്പോൾ പാടി അവിടുത്തെ ആരാധിക്കാം. വിശ്വാസത്തോടെ ഇന്ന് എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിലെ തളർച്ചകളിലേക്ക് ഇന്ന് എൻ്റെ കർത്താവ് കടന്നു വരും. എൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു വരും. ഞാനായിരിക്കുന്ന ബന്ധന അവസ്ഥകളിലേക്ക് കർത്താവ് കടന്നു വരും. വിശ്വാസത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
നാവിനാൽ അവനെ നാം വാഴ്ത്തിടാം. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. അവനത്രേ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. കരങ്ങളടിച്ച് കർത്താവിനെ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും കൂടി നമുക്ക് പാടി ആരാധിക്കാം. എനിക്കവൻ തണലേകി, താങ്ങേന്റെ വീഴ്ചയിൽ വഴി നടത്തി. തുടച്ചെന്റെ കണ്ണുനീർ പൊൻകരത്താൽ, തുടിക്കും നിൻ മനം സ്വർഗ സന്തോഷത്താൽ. കരകണതാഴിയിൽ വലയൂരേ, കരുണയെ കാക്ഷിക്കും മൃതപ്രായരേ, വരികവൻ ചാരത്ത് ബന്ധിതരേ, തരുമവൻ കൃപ മനഃശാന്തിയതും. വിശുദ്ധന്മാരാൽ അലങ്കൃതമായൊരു തിരുവചനം, അനുദിനം തരുമവൻ പുതുശക്തിയാൽ, അനുഭവിക്കും അതിസന്തോഷത്താൽ.
പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സന്ധ്യാസമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വലിയ സന്തോഷത്തോടെ ആയിരിക്കാം. പകലിൻ്റെ അധ്വാനങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കി ദൈവസന്നിധിയിലേക്ക് ദൈവാരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. ഈ രാത്രിയിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. വലിയ സന്തോഷം കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് കർത്താവ് നിറയ്ക്കും. നമുക്ക് വീണ്ടും ഒരു ഗാനം പാടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സമാധാനമുണ്ട്, ഒരു വലിയ സന്തോഷമുണ്ട്. ലോകത്തിന് അത് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുകയില്ല. അത് നൽകുവാനായിട്ട് യേശുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണ്ടും ഈ ഗാനത്തിൻ്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി സന്തോഷത്തോടു കൂടി നമുക്ക് വീണ്ടും കർത്താവിനെ പാടി ആരാധിക്കാം. കരങ്ങൾ ശക്തമായിട്ട് അടിച്ച് സന്തോഷത്തോടെ പാടാം, സ്തുതികളോടെ പാടാം. യേശുവോട് ചേർന്നിരിക്കുന്നത് എത്രയോ വലിയ സന്തോഷമാണ്. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. വലിയ സന്തോഷത്തോടെ ശക്തമായി കരങ്ങളടിച്ച്, അതെ, യേശുവിനോട് കൂടെ ഇരിക്കുന്നത്, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ ലഭിക്കുന്നത് ഇത് വലിയൊരു ഭാഗ്യമായി കരുതിക്കൊണ്ട് സന്തോഷത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. എന്റെ പാപമെല്ലാം തന്റെ യാഗത്താ, നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കുന്തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, പാർക്കുന്നേതൻ കൂടെ വാഴാനെന്നു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. കർത്താവ് തരുന്ന സന്തോഷം സ്വീകരിച്ചുകൊണ്ട്, കർത്താവ് തരുന്ന സമാധാനം സ്വീകരിച്ചുകൊണ്ട് വലിയ ആനന്ദത്തോടെ നമുക്ക് അവിടുത്തെ പാടി ആരാധിക്കാം. ശ്രേഷ്ഠമേറും നാട്ടിലെന്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്കൊരുക്കിടുന്നവൻ. കൈകളാൽ തീർക്കാത്ത നിത്യ പാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കി പാർക്കുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര
സന്തോഷത്തോടെ ആനന്ദത്തോടെ കരങ്ങളടിച്ച് വിശ്വാസത്തോടെ നമുക്ക് പാടി ആരാധിക്കാം. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ മണ്ണിലെ അന്നു മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്നു തന്റെ ശുദ്ധരത്ത് പാടിയാക്കുമേ എന്നെനിക്ക് സാധ്യമോ മഹൽ സമ്മേളനം. ഭാഗ്യമേ ആശ തന്നോടെന്നുമെന്നി വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോടെന്നുമെന്നി വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാക്ഷിച്ചിടുന്നേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധരോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ, അന്യഭവനത്തിൽ 1000 ദിനങ്ങളേക്കാൾ യേശുവേ നിന്റെ ഭവനം അത് ഒരു ഭവനത്തിലായിരിക്കുന്നത്, ഒരു ദിവസമായിരിക്കുന്നത് എത്രയോ അഭികാമ്യം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗരാജ്യത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. യേശുവോട് ചേർന്നിരിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന്, ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളോടും ചേർന്ന് ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ സൗഖ്യം, ഒരു പുതിയ ജീവൻ ഇന്ന് കർത്താവ് നമ്മൾക്ക് പ്രദാനം ചെയ്യും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനോട് ചേർന്നിരിക്കുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. യേശുവിനോട് കൂടെ ഇരിക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമാണ്, ശ്രേഷ്ഠതയാണ്. പ്രിയപ്പെട്ടവരെ, ശാന്തമായി നമുക്ക് ദൈവസന്നിധിയിലിരിക്കാം.